റമളാൻ മുബാറക്. എത്ര പെട്ടെന്നാണല്ലേ 7ാമത്തെ നോമ്പായത്. അപ്പം ഞാൻ പതിവ് പോലെ ഇടയത്താഴം ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. മൂക്കൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ ചെന്നത്. എന്നാലും എൻ്റെ ഉറക്കക്ഷീണം അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കിടന്നപ്പോൾ കുറച്ച് വൈകിയായിരുന്നു. നേരെ ഫ്രിഡ്ജാണ് കേട്ടോ തുറന്ന് നോക്കി പാലെടുക്കാൻ നോക്കിയപ്പോഴേക്കും പാല് മേടിക്കാൻ മറന്നുപോയ കാര്യം പിന്നെയാണ് കേട്ടോ ഓർത്തത്. പിന്നെ ഇക്കാക്ക് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കട്ടൻ ചായക്ക് തന്നെ വെള്ളം വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇന്ന് ഇടയത്താഴം കഴിക്കുന്നത് പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ. ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഇന്നലെ കടന്നത്. ഇക്കാക്ക് പിന്നെ ഇങ്ങനത്തെ ഭക്ഷണത്തിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അവലുണ്ടായി കുറച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച് ശർക്കരയും തേങ്ങിയിട്ട് അവൽ നനക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ അവൽ നനച്ച് വെച്ച് ചായയും ചൂടാറാൻ വെച്ചിട്ടാ. ഇക്കാനെ ഞാൻ പിന്നെ എൻ്റെ എല്ലാ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാനെ ഞാൻ വിളിക്കാറുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ചായ വെച്ചതിൻ്റെയും ഞാൻ കഴിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ തേച്ച് കഴുകി വെച്ച്. അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഇപ്പോൾ ഉറക്ക ക്ഷീണമൊക്കെ മാറി നിസ്കരിച്ചിട്ടൊക്കെയല്ലേ നമുക്ക് കിടക്കുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇക്കാനെ വിളിക്കാൻ പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ ഇടയത്താഴം ഇത്രയേ ഉള്ളൂ.